ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ന് നമ്മൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബുക്ക് മാർക്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ ഉണ്ടായിരുന്ന ഡിസൈനർ പേപ്പേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതായത് ഓൾറെഡി വേറെ എന്തോ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള 2-3 ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഭംഗിയുള്ള കളേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ചെറിയ പീസൊക്കെ ബാക്കി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് പൊതുവെ കളയാറാണ്. പക്ഷെ നമ്മളത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ സ്കെയിലിന്റെ വീതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ലെങ്ത് അതുപോലെ നിർത്തിയിട്ട് വിടുത്ത് സ്കെയിലിന്റെ അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ പേപ്പേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിൾ ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആ ഒരു ടൈമിലാണ് എന്തുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൂടാ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ, അങ്ങനെയുള്ള ഒരു തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം 1-2 യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മടി കാരണം വീഡിയോസ് ഒന്നും ഇടാറില്ല. പിന്നെ ഇതിനൊന്നും പ്രത്യേകിച്ചൊന്നും ആരും എന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെ പിന്നെ 2026 ആയ സമയത്ത് എനിക്ക് തോന്നി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ, സപ്പോസ് ആർക്കെങ്കിലൊക്കെ ഇഷ്ടമായാലോ. ആ രീതിക്കാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ, എന്തെങ്കിലും ഉപകാരം ഇതുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് കമന്റും ചെയ്യുക കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ സെന്ററും അടക്കുക, അതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ കെട്ടി കൊടുക്കുന്നത്. മുമ്പ് ഇതുപോലെ തന്നെ ഒരു ബുക്ക് മാർക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒറിജിനൽ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ നിത്യകല്യാണിയില്ലേ, നിത്യകല്യാണിയുടെ ഫ്ലവേഴ്സ് വെച്ചിട്ടായിരുന്നു അന്ന് ഞാൻ ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബുക്ക് മാർക്ക് എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ അല്ല, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആ ഹോളിലൂടെ പിന്നെ ഞാൻ പേപ്പർ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ആ ത്രെഡ് ഇടുന്നത്. അതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് പേപ്പർ ത്രെഡ് സെന്റർ ആയിട്ട് മടക്കുക, എന്നിട്ട് അതിന്റെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഉള്ളിലൂടെ ഇട്ടിട്ട് ആ ഒരു ഹോളിലൂടെ നമ്മുടെ മറ്റേ ഭാഗം ഇട്ടിട്ട് ജസ്റ്റ് വലിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ടോട്ടൽ 5 ബുക്ക് മാർക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡയറിയിൽ ഓരോ ബുക്ക് മാർക്കും വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭംഗിയുണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയാൽ ഏത് ബുക്ക് മാർക്കാണ് ഇഷ്ടമായത് എന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം തുടക്കമല്ലേ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ആവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.